അതിന്റെ ക്ലൈമാക്സ് പറഞ്ഞ് ഞാൻ ആളുകളുടെ ഒരു ആകാംക്ഷ കെടുക്കുന്നില്ല. പക്ഷെ അതിനകത്തും അൾട്ടിമേറ്റ്ലി ഒരു നായിക എന്ന് പറയുന്നത് പോലും കൂടെ നിൽക്കുന്നത് റൈറ്റിന്റെ കൂടെയാണ്. എന്ത് പ്രചോദനങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ സ്വാധീനങ്ങൾക്കാണെങ്കിലും വഴങ്ങി അവരൊരു തെറ്റായിട്ടുള്ള പാതയെ സഞ്ചരിച്ചെങ്കിലും അൾട്ടിമേറ്റ്ലി അവസാനം കൂടെ നിൽക്കുന്ന ശരിയുടെ കൂടെയാണല്ലോ. അതും ഒരു മെസ്സേജ് ആയിട്ട് തന്നെ കാണാൻ ഞാൻ അത് മെസ്സേജ് ആയിട്ട് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. എനിക്ക് അൾട്ടിമേറ്റ്ലി എല്ലാവരും ഇതിന്റെ കൂടെ നിൽക്കുകയുള്ളൂ. എന്തൊക്കെ ഉണ്ടായപ്പോലും അതിന്റെ കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് എന്താണെങ്കിലും നമ്മള് ഏത് കഥ എഴുതിയാലും അതിനകത്ത് എന്തെങ്കിലും ആത്മകഥ ഉണ്ടാകും. നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ എക്സ്പീരിയൻസും അത് വെച്ചിട്ടാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. പക്ഷെ ലേഡി പോലീസ് ഓഫീസർ ഓൾസോ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പക്ഷെ നത്തിങ് ഇന്റൻഷണൽ. മനഃപൂർവ്വം ഞാൻ എന്നെ പോലെ ഒരാളെ ക്രിയേറ്റ് ചെയ്ത് എഴുതിയതല്ല. പ്രത്യേകിച്ച് ഒരു ഡിഫറെന്റ് ആകാൻ വേണ്ടി കുറച്ച് എഫേർട്ട് എടുത്ത് എഴുതിയെങ്കിൽ കുറച്ച് മോഡേൺ ആക്കിയിട്ട് എഴുതിയതാണ്. മോഡേൺ ആൻഡ് ബ്യൂട്ടിഫുൾ ആക്കി എഴുതിയതാണ്. ഒരിക്കലും അതിനകത്ത് എന്റെ നായികയും ഞാനുമായിട്ട് കമ്പയർ ചെയ്ത് പോവില്ല. ഞാൻ കണ്ടിരിക്കുന്നിടത്തോളം പെൺകുട്ടികളാണ് ഇപ്പം ആൺകുട്ടികളെക്കാളും എല്ലാത്തിലും മികച്ചു നിൽക്കുന്നത്. അവരാണ് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതും ഒരു തെറ്റുകളിലും വഴങ്ങി പോകാത്തതും. കുറച്ചും കൂടെ ജനറലായിട്ട് നോക്കുമ്പോൾ വളരെ ചെറിയ കാര്യങ്ങള് കുറ്റകുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ജനറലായിട്ട് നോക്കുമ്പോൾ ആൺകുട്ടികളെക്കാളും ഏറ്റവും മികച്ചു നിൽക്കുന്ന പഠിത്തത്തിലാണെങ്കിലും അവരുടെ ജീവിതം സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതിലാണെങ്കിലും ഒക്കെ പെൺകുട്ടികളാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് കാണാൻ പറ്റും. അത് നാച്ചുറലായിട്ട്, അതായത് സ്വാഭാവികമായിട്ട് പെൺകുട്ടികളുടെ ഉള്ളത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. പക്ഷെ ഈ വായനയിലാണെങ്കിലും കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ആൺകുട്ടികൾക്കും ഒരുപാട് പേര് പ്രത്യേക ഒരു താല്പര്യം എടുത്ത് വേണം അവർക്കത് ചെയ്യാൻ. പെൺകുട്ടികൾക്ക് അത് സ്വാഭാവികമായിട്ട് വരുന്നുണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്. പക്ഷെ അവർ പലതും ഈ സമൂഹത്തിന്റെ ചിട്ടകളിലും അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ വളർത്തുന്ന രീതിയെ കൊണ്ട് അവർ സപ്രസ് ചെയ്യപ്പെടുകയാണ്. അവരുടെ കഴിവുകളെല്ലാം അടക്കി വെച്ചിരിക്കുകയാണ്. അത് പുറത്തെടുക്കാനായിട്ട് അവർക്കൊരു അവസരം കിട്ടുന്നില്ല. അതുകൊണ്ട് അവസരങ്ങൾ കണ്ടുപിടിക്കുക, അത് സ്വയം ഉണ്ടാക്കിയെടുക്കുക, ആ അവസരങ്ങൾക്കൊത്ത് ഉയരുക, അതിന് നമ്മൾ മികച്ച സംഭാവനകൾ അല്ലെങ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയെടുത്ത് അതിൽ നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും പെൺകുട്ടികൾക്ക് വളരെ 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 ഇപ്പം ഉള്ള നിലയിലേക്കാളും ഒരുപാട് ഉയരത്തിലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് മിടുക്കരായിട്ടുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ തന്നെ പോയി അവരോട് പറയാറുണ്ട്, ഇത് കുറച്ചും കൂടി കൂടുതൽ മിടുക്കുണ്ടാവേണ്ട ഒരവസ്ഥ വരട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാവിയാണ് എനിക്ക് പെൺകുട്ടികളോട് ഞാൻ കാണുന്നത്. അങ്ങനെയാണ് പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ കുറച്ചും കൂടെ ഉയർന്നു വരണം എന്നുള്ളതാണ്.